ശീല മാം നമസ്കാരം. നമസ്തേ. ശീല മാം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ്. ഒരുപാട് വർഷമായി മാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ അറിവിൽ ഒരു നിഷ്പക്ഷമായി എല്ലാ വാർത്തകളെയും കാണുന്നില്ല എങ്കിലും ഒരു 90% വാർത്തകളെയും അങ്ങനെ കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഷീല പിള്ള എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക. പക്ഷെ ചില മാധ്യമ പ്രവർത്തകർ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കാനഡയിൽ ഇരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തക പരട്ട സംഖ്യകൾ എന്നാണ് ഈ BJP-കാരെയും RSS-കാരെയും ഒക്കെ, RSS-കാരെയും BJP-കാരെയും ഒന്നും അവർക്ക് കണ്ണിൽ പിടിക്കില്ല. അതൊക്കെ കേൾക്കുമ്പോഴേ അവർക്ക് ചൊറിച്ചിലാണ്, അവർക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു. ബാക്കി മതക്കാരെല്ലാം അല്ലെങ്കിൽ ബാക്കി പാർട്ടിക്കാരെല്ലാം ഇവർ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നു. ഇത്തരത്തിൽ ഈ റീച്ച് കൂട്ടാനാണോ അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സിലെ വിഷം പുറപ്പെടുവിക്കാനാണോ ഇവർ ശ്രമിക്കുന്നത്? മാധ്യമ പ്രവർത്തകം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം ഇടതുപക്ഷത്തേക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അതിന് കാരണം പണ്ടൊക്കെ ഈ വലതുപക്ഷ ആഭിമുഖ്യമുള്ളവർ വലിയ രീതിയിൽ പത്രപ്രവർത്തനവുമായൊക്കെ വന്നിരുന്നില്ല. എഴുത്തും വായനയും ഒക്കെ വലതുപക്ഷത്തിന്റെ അല്ലാത്ത ആൾക്കാരുടെ കുത്തകയാണ്, ഇടതുപക്ഷത്തിന്റെ കുത്തകയാണ് എന്ന തരത്തിലേക്ക് ഒരു കാലഘട്ടത്തിൽ അവർ അത് മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലതുപക്ഷത്തിന്റെ ഒരു വലിയ ന്യൂനതയായി ഞാൻ കാണുന്നു. RSS-ന്റെ ഒരു വലിയ ന്യൂനതയായി, അല്ലെങ്കിൽ RSS BJP പോലുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു ന്യൂനതയായി നേരത്തെ ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള വായന ഉണ്ടായിരുന്നില്ല. അവർ വായിക്കുന്നത് അവരുടെ പുസ്തകങ്ങൾ മാത്രമാണ് എന്നായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു പുസ്തകങ്ങൾ കൂടി വായിക്കപ്പെടേണ്ടതുണ്ടെന്നും ആ പുസ്തകങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ടെന്നുമുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അത്തരം ഒരു കാലഘട്ടത്തിലൂടെയാണ്. നമുക്കറിയാം, P. പരമേശ്വർജിയൊക്കെ അങ്ങനെ തന്നെ ചെയ്തിരുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി നിരവധി ആൾക്കാർ പല രീതിയിലും പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നു. അതായത് കോൺഗ്രസിലാണെങ്കിലും BJP-യിലാണെങ്കിലും ഒക്കെ അങ്ങനെ വായിക്കുന്നവരുടെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില ആൾക്കാരും ഒക്കെ ഈ സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയും ഒക്കെ എഴുതാൻ തുടങ്ങിയതോടെയാണ് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് അത് ഇല്ലാതായത്. ഇടതുപക്ഷം എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ ഇവർ എഴുത്തും വായനയും അറിയുന്നവരാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്ന് നടിച്ചിരുന്നത് എന്നുള്ളതിന് കൃത്യമായി അവർക്ക് ക്ലാസുകൾ ഉണ്ടായിരുന്നു. ഇവരൊന്നും യഥാർത്ഥത്തിൽ 90% ആൾക്കാരും ഇതിൽ വായിക്കുന്നവരല്ല. ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് നൽകുന്ന സ്റ്റഡി ക്ലാസ്സുകളിലൂടെ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള കുറച്ച് വിവരങ്ങൾ, അതായത് ഏകപക്ഷീയമായ വിവരങ്ങൾ ഇവരുടെ തലച്ചോറിലേക്ക് കയറ്റിവിടും. അത്തരത്തിലുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് അവരെയാണ് നമ്മൾ ഈ പല രീതിയിൽ ആക്ഷേപിക്കുന്നത്. അത് ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ, മറ്റൊരു സൈഡ് കാണാനുള്ള സംവിധാനം ഓർക്കില്ല. അങ്ങനെ ഏകപക്ഷീയമായി നടക്കുന്ന സ്റ്റഡി ക്ലാസ്സുകളിലൂടെ വലിയ വലിയ വാക്കുകൾ, ചില വാക്കുകളൊക്കെ ഇവരിങ്ങനെ പഠിച്ചു വെക്കും. ആ വാക്കുകൾ വെച്ച് ജീവിതകാലം മുഴുവൻ ഈ വാക്കും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാരെ നമുക്കറിയാം. ആ വാക്കുകൾ വളരെ പ്രസിദ്ധമായ ചില വാക്കുകളൊക്കെ ഉണ്ട്. അതിപ്പോ ഞാനിവിടെ പറയുന്നില്ല, സമയത്തിന്റെ പരിമിതി പോലും. അപ്പോ അങ്ങനെ ആ വാക്കുകളൊക്കെ പറഞ്ഞാൽ ഇവർ ബുദ്ധിജീവികളായി ഇവർ പറയുന്നതാണ് ശരിയെന്ന ഒരു നറേറ്റീവ് ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അതെല്ലാം തകിടം മറിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്കറിയാം, അവിടെയാണ് ഈ സുനിത ദേവദാസ്, പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം പേര്, എനിക്ക് തോന്നുന്നു സുനിത ദേവദാസ് ആണ് എന്നാണ് എന്റെ ഓർമ്മയിലുള്ളത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുനിത കഴിഞ്ഞ കുറെ നാളുകളായി ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സുനിതയുടെ യൂട്യൂബ് ചാനൽ കാണാറേ ഇല്ല. അതുകൊണ്ട് സുനിത എന്താണ് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്ന് കാനഡ പറഞ്ഞു എന്ന്, ഡിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ തരത്തിലൊരു വാർത്ത സുനിതയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കാം പരട്ട സംഖ്യ എന്നൊക്കെ വിളിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത്. ഇനി ഒരു വിഷയമില്ലെങ്കിലും സുനിത അങ്ങനെയൊക്കെ തന്നെ വിളിക്കുള്ളൂ. സുനിത ആ നിലവാരത്തിലുള്ള ഒരാളാണ്. മറ്റുള്ള നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളെ അല്ല. കമ്മി, കൊങ്ങി എന്നുള്ള വാക്കുകളൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരാളല്ല. CPM-കാരെ CPM-കാരെന്നും കോൺഗ്രസ്സുകാരെന്നും അതുപോലെ തന്നെ RSS-കാരെ RSS-കാരെന്നും BJP-കാരെ BJP-കാരെന്നും സംഘപരിവാർ സംഘടനകൾ അതും അഡ്രസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാത്ത ഒരാളാണ്. ഇനി അഥവാ ഞാൻ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കോർട്ടിൽ തന്നെ പറയാനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആരാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അങ്ങനെ വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ അന്തം കമ്മി എന്ന് വിളിക്കപ്പെടുന്ന എന്ന് കൃത്യമായി അത് കോട്ട് ചെയ്തുകൊണ്ട് പറയാറുണ്ട്. ഞാൻ എന്റെ ബോധ്യത്തിൽ ആ വാക്കുകൾ ഉച്ചരിക്കുന്ന ആളല്ല. കാരണം നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പറയാനുള്ളപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തേണ്ടതില്ല. ഇവിടെ എന്താണ് വിഷയം? കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ RSS-ഉം സംഘപരിവാർ സംഘടനകളെ ആക്രമിക്കുക എന്നുള്ളത് സുനിതയുടെ പതിവാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി സുനിത ഒരു വാർത്തയും ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ ധന്യ, ഇവിടെ ഈ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, യൂട്യൂബിൽ വാർത്ത ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ
അവർ ഏത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കും, എന്തും ചെയ്യും. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരാണ് പലപ്പോഴും യൂട്യൂബും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. എനിക്ക് 9ാം ക്ലാസ് തോറ്റ ഒരാൾ ഒരു യൂട്യൂബ് ചാനൽ ചീഫ് എഡിറ്റർ എന്നൊക്കെ എഴുതി വെച്ച ചാനൽ നടത്തുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ അത്തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത പലരും ഈ മേഖലയിലേക്ക് വന്നുപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും പറയുന്ന ഭാഷയാണ് അവർ പലപ്പോഴും ഉപയോഗിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന പല ഭാഷകളും, അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന തെറികളും പച്ചത്തെറികളും തോന്നിവാസങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന്റെ കോളേജിലേക്ക് പോകുന്ന ഒരു പരിപാടിയിൽ നമ്മൾ കണ്ടതാണ്. ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള വലിയ തെറിയാണ്. ആ തെറിയാണ് ട്രോള് എന്ന വാക്കിന് പകരം ആ പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ട് അത് ആ പെൺകുട്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഷയെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നല്ല ഭാഷകൾ കൊണ്ട് പറയാവുന്ന പല കാര്യങ്ങളെയും ഇപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഭാഷ കൊണ്ടോ തെറി കൊണ്ടോ ഒക്കെ അഡ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ തന്നെ ഉണ്ടാക്കി ചില പദങ്ങൾ കൊണ്ട് അഡ്രസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഒരു രീതിയായി മാറിയിട്ടുണ്ട്. ഇവിടെ ആരെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ പരട്ടേന്നോ ചിരട്ടേന്നോ ഒക്കെ വിളിച്ചാലാണ് അതിനൊരു മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട്, പറയുന്ന കാര്യങ്ങൾക്ക് മെറിറ്റ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തെറിയും മറ്റുള്ള ഭാഷകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. പറയുന്ന കാര്യങ്ങൾക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ നല്ല മലയാളത്തിൽ നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഈ സുനിൽദാസിന്റെ വീഡിയോ അങ്ങനെ കാണുന്ന ഒരാളേ അല്ല. കാരണം എപ്പോഴും വൺ സൈഡഡ് ആയി മാത്രം, ഒരു തരത്തിൽ ഒരിക്കൽ പോലും വൺ സൈഡ് അല്ലാത്ത ഒരു വാർത്ത ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പണ്ടൊക്കെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് കാണാറുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ അയച്ചു തരുന്നത് ഇവിടെ നിന്ന് കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ചേച്ചി എനിക്കൊരു വീഡിയോ അയച്ചു, ലണ്ടനിലുള്ള ഒരു ചേച്ചി 9 മിനിറ്റ് മുതലോ എന്തോ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചത്. 9 സെക്കൻഡ് ആണോ 9 മിനിറ്റ് ആണോ മുതൽ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അയച്ചിരുന്നു. ആ വീഡിയോയിൽ ആ ഭാഗം മാത്രം അവർ പറഞ്ഞുകൊണ്ട് എന്തോ അവരെ കുറിച്ച് പറയുന്ന പരാമർശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതൊന്ന് എടുത്തു നോക്കിയത്. എടുത്തു നോക്കുമ്പോൾ പറയുന്നത് മനാഫിനെ വിമർശിച്ച 2-3 പേര് പറയുന്നുണ്ട്. മനാഫിനെ വിമർശിച്ചവർക്കെല്ലാം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കണമെന്നാണ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊരു ജേർണലിസ്റ്റാണ്. എന്താണ് ബേസിക് നിയമം? ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയം, ആ വിഷയം പറഞ്ഞ് എങ്ങനെയാണ് അതൊരു കേസിലേക്ക് പോവുക, അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ നിയമം എന്ന് പോലും അറിയാതെ ഇങ്ങനെ ആരെങ്കിലും മനാഫിനെ വിമർശിച്ചാൽ, അതായത് മുസ്ലിം നാമധാരിയായ ഒരാളെ വിമർശിച്ചാൽ ഉടൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് കേസെടുക്കണമെന്ന വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മനാഫിനെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നു, മനാഫും അർജുന്റെ വീട്ടുകാരും തമ്മിൽ രമ്യതയിലൊക്കെ എത്തിയെങ്കിലും മനാഫ് അർജുന്റെ മരണം അത് മുതലെടുക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് സാമ്പത്തികമായാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലാണോ എന്ന് എനിക്കറിയില്ല. പലതരത്തിലുള്ള മുതലെടുപ്പുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്കറിയാം, ചില മരണപ്പെട്ടവരെ അവരുടെ സ്ഥാപനം പിടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ചില മരണപ്പെട്ടു പോയവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള മുതലെടുപ്പ് നടത്തുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ചെറുപക്ഷേ എനിക്കറിയില്ല, അതിന്റെ കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. മനാഫ് പണം പിരിക്കാൻ ശ്രമം നടത്തിയിട്ടില്ലെങ്കിലും മനാഫ് അതുവഴി ഒരു താരപരിവേഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണല്ലോ ഒരാൾ വിളിക്കുന്നു, എന്റെ സുഹൃത്ത് മരണപ്പെട്ടു പോയി, ഞാൻ ആ സുഹൃത്തിന്റെ വലിയ ദുരന്തം ഉണ്ടാകുന്നു, ആ ദുരന്തത്തിൽ അയാൾ പോലും വല്ല ലോറി ഓണർ, അത് വേറൊരു കാര്യം, ആ ദുരന്തത്തിൽ വളരെ സജീവമായി നിൽക്കുന്നു. അതിനുശേഷം ആ ഡെഡ് ബോഡി കിട്ടുമ്പോൾ അതിനെ ആ ഡെഡ് ബോഡി കിട്ടി, അതായത് ആരാണ് ഡെഡ് ബോഡി തപ്പിയെടുത്തത്, ആരാണ് ഇത്രയും കാലത്തെ എല്ലാ അധ്വാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള കർണാടക സർക്കാർ, കേരള സർക്കാർ, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്ന് ആവശ്യപ്പെട്ടതും എല്ലാവരും ഒരുമിച്ച് നിന്നതുമായ ഒരു വിഷയമാണ് അർജുന്റെ വിഷയം. കേന്ദ്രസേന, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. സൈന്യം, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ മാത്രമാണ് ഇതെല്ലാം ചെയ്തതെന്ന് വരുത്തി തീർക്കാനും അല്ലെങ്കിൽ ആദരം ഏറ്റുവാങ്ങാനും, ഒരാൾ മരിച്ച് അയാളുടെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് അയാളുടെ ചടങ്ങ് തീരുന്നതിന് മുമ്പ് ആദരം വാങ്ങിക്കാൻ നടക്കുന്ന ഇയാൾ മുതലെടുപ്പ് ശ്രമിച്ചില്ലെങ്കിൽ പിന്നെന്താണ്? അത് പറയുന്നവർക്ക് വരെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വകുപ്പുകൾ കൊണ്ട് കേസെടുക്കണമെന്ന് പറയുന്ന സ്ത്രീയാണ്. മാധ്യമപ്രവർത്തകയാണ്, എനിക്കറിയില്ല മാധ്യമപ്രവർത്തനം ഇതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 3-4 പേരുടെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവർക്കെല്ലാം എതിരെ ഞാൻ കേരള പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, എങ്ങനെ കേസിടും. മതവികാരം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ ദോഷകരമായി ബാധിച്ച ശബരിമല സമരം നടക്കുമ്പോൾ അവർക്ക് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് കേസെടുക്കണ്ട. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ, ക്രിസ്ത്യൻ പള്ളികളുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ഒന്നും അവർക്ക് മതസ്പർദ്ധയ്ക്ക് കേസെടുക്കേണ്ട. അവർക്ക് ആകെ മതസ്പർദ്ധയ്ക്ക് കേസെടുക്കേണ്ടത് മനാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലെ അബ്ദുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ തരത്തിലുള്ള ആൾക്കാർക്കോ ഒക്കെ ആരെങ്കിലും അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വിഷയം പോലും അല്ലതേ. അതെന്തിനാ രാഷ്ട്രീയ വിഷയമാക്കുന്നത്? ഉടൻ മറ്റുള്ളവരെ അളിയനെ സംഖ്യയാക്കി, അയാൾ സംഖ്യയല്ല എന്നാണ് എന്റെ അറിവ്, അയാളെ സംഖ്യയാക്കി ഉടൻ തന്നെ ഒരു വാർത്തയുമായി വരികയാണ്. ഇത്തരത്തിലുള്ളവരുടെ വാർത്തകൾ യഥാർത്ഥത്തിൽ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇത് പറയുന്നതിനെ പുച്ഛിച്ചു തള്ളുകയോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് വാർത്ത പറയുമ്പോൾ 2 ഭാഗവും പറയണ്ടേ? ഏത് കാര്യത്തിലാണെങ്കിലും 2 ഭാഗവും ഇല്ലേ?
ഒരു രണ്ട് ഭാഗവും പറയാതെ ഏകപക്ഷീയമായി ജീവിതകാലം മുഴുവൻ. കാരണം അവർ ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തകർക്ക് ചില ലക്ഷ്യങ്ങൾ വേറെയുമുണ്ട്. ഇത്തരത്തിൽ കുഴലൂത്ത് നടത്തിയാൽ എവിടെയെങ്കിലും വല്ല ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അവനവന്റെ ഒരു റേഞ്ച് അനുസരിച്ച് CPM അവരെ പരിഗണിക്കാറുണ്ട്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലല്ല. ഇപ്പോ RSSനാണെങ്കിലും BJPക്കാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഒക്കെ അവർക്ക് അനുകൂലമായി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞോട്ടെ, അത് അവരുടെ ഉത്തരവാദിത്വം. പറയുന്നവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടാലും ഒന്നുമില്ല. പക്ഷേ അത്തരത്തിൽ രക്ഷപ്പെട്ടാലും ഒന്നുമില്ല, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും ഒന്നുമില്ല എന്നുള്ള തരത്തിൽ അങ്ങ് പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇടതുപക്ഷത്തിന് വേണ്ടി കൊഴുത്തു നടത്തിയാൽ അതല്ല ഗുണം. ഇടതുപക്ഷത്തിന് വേണ്ടി കൊഴുത്തു നടത്തുന്നവർക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഒരു ഏകപക്ഷീയമായ കൊഴുത്തു നടത്താൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലായി മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തെ കാണേണ്ടതുള്ളൂ. അവർ പരട്ട സംഖ്യ എന്ന് വിളിച്ചാലോ അവരവരുടെ ജീവിതകാലം മുഴുവൻ ഇരുന്ന് കരഞ്ഞാലോ കഴിഞ്ഞ ഈ സംഘടന RSS എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പിളർപ്പുമില്ലാതെ പൂർവാധികത്തോടുകൂടി ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയല്ലേ. അവിടെ സുനിതാ ദേവദാസ് എന്ത് അവരെ ഒരു സംഘടനയില്ലാത്തമായി അവരെ പറയുന്നത് കൊണ്ട് സംഘടനയിലുള്ളവരോ അല്ലെങ്കിൽ സംഘടന കുറച്ചുകൂടി കാര്യമായി ചിന്തിക്കും. ഇവർ പറയുന്ന വിവരക്കേടിനെ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇവരുടെ വൺ സൈഡഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയെങ്കിലും ഈ സംഘികളും മറ്റുള്ളവരും RSSകാരും ഒക്കെ ഏതെങ്കിലും സംഘപരിവാർ അനുകൂല ആൾക്കാരൊക്കെ പഠിക്കുമെങ്കിലും ചെയ്യുമല്ലോ എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷം. അവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. കൂടുതൽ ആൾക്കാരെ ബോധവാന്മാരാക്കാൻ സോഷ്യൽ മീഡിയയിൽ വരുന്നവരൊന്നും അത്ര ബോധമുള്ളവരല്ല, സംഘടന ബന്ധമുള്ളവരോ ബോധ്യമുള്ളവരോ അല്ല. അവർക്ക് ഇഷ്ടമുള്ള ഇപ്പൊ 2014 ശേഷം ഒരുപാട് സംഖ്യകൾ ഉണ്ടായിട്ടുണ്ട്, അത് മാധ്യമപ്രവർത്തകർ അടക്കമുണ്ട്. അതുവരെ ജീവിതത്തിൽ ഒരിക്കലും സംഘപരിവാർ അല്ലാതെ ഇടതുപക്ഷ ചാനലിലും പിന്നെ കോൺഗ്രസിന്റെ കേസുവിന്റെ സ്ഥാനാർത്ഥിയാവുകയും ഒക്കെ ചെയ്തിരുന്നവരൊക്കെ ഇപ്പൊ പല സംഖ്യകളുമുണ്ട്. ഔട്ട്സ്പോക്കൺ സംഖ്യകളുണ്ട്, പുറത്തു പറയുന്ന ഞാൻ സംഖ്യയാണെന്ന് കാണിക്കാൻ വെപ്രാളം പിടിക്കുന്ന ചില സംഖ്യകളുണ്ട്. അത് അത്തരത്തിലുള്ള ചില സംഘപരിവാർ അനുകൂലികളായി കാണിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അപ്പോ അത്തരത്തിലുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ പറയുന്നത് കൊണ്ട് കുറച്ച് വിവരവും ബോധവും ഒക്കെ ഉണ്ടാവും. കുറച്ച് ഇവർ പറയുന്നതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുമെന്ന് അത് പഠിച്ചോട്ടെ. അതിൽ കൂടുതൽ ഗൗരവം അതിന് കാണേണ്ടതില്ല. അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് നോക്കാനേ പോകണ്ട എന്നുള്ളതാണ് എന്റെ പക്ഷം. ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ. ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് അയച്ചു തരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കാണുന്നല്ല. ഞാൻ ആ ചാനലിന്റെ സബ്സ്ക്രൈബറും അല്ല, ആ ചാനൽ നോക്കാറുമില്ല, അവരെന്ത് പറയുന്നു ശ്രദ്ധിക്കാറും. വളരെ നന്ദി മാം.